ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വായിൽ തോന്നിയതെന്തും വിളിച്ചു പറയാവുന്നതാണ് പൊതുപ്രവർത്തനമെന്ന് കരുതി കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളോളം നിലനിന്നു പോന്ന പി സി ജോർജിനെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട് പോലീസ്. അപരമത വിദ്വേഷം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമലംഘനമാണെന്ന് അറിഞ്ഞിട്ടും, അപരമത വിദ്വേഷം നാട്ടിൽ വർഗീയതയ്ക്ക് വളർച്ചയുണ്ടാക്കുമെന്നറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നത് ആ നിയമത്തെ വെല്ലുവിളിക്കലാണ്. അതുകൊണ്ടാണ് ഇതൊരു മതേതര രാജ്യമാണെന്നും മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണമെന്നും ജോർജിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി തറപ്പിച്ച് പറഞ്ഞത്. തരാതരം പോലെ രാഷ്ട്രീയം മാറ്റിക്കളിച്ച് മുന്നണി മാറി മാറി വന്ന് അവസാനം സംഘപരിവാർ പാളയത്തിലെത്തിയ ഒരാളുടെ വായിൽ നിന്നും വിദ്വേഷമല്ലാതെ മറ്റൊന്നും പുറത്തു വരാനിടയില്ല. പക്ഷേ നിയമമുള്ള ജനാധിപത്യ രാജ്യത്ത് ആ വിഷപ്പറച്ചിലിന് ശിക്ഷ ജയിലാണ്. ചോദ്യമിതാണ്, അഴിയെണ്ണി പഠിക്കുമോ? ചർച്ചയിൽ മുസ്ലിം ലീഗ് പ്രതിനിധി പി കെ നവാസ്, CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, BJP പ്രതിനിധി കെ സോമൻ, മാധ്യമപ്രവർത്തകൻ കെ ഷാജി എന്നിവരാണ്. ആദ്യം ഞാൻ മാധ്യമപ്രവർത്തകനിലേക്ക് പോകുന്നു. ശ്രീ കെ ഷാജി. ശ്രീ ഷാജി, ഇതിപ്പോൾ പി സി ജോർജിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങി. പി സി ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. റിമാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 14 ദിവസത്തേക്ക് ജയിലിലേക്ക് എന്ന രൂപത്തിലുള്ള ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ജാമ്യാപേക്ഷ തള്ളുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം നേടി പി സി ജോർജ് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇന്നത്തെ കോടതി നടപടികളും അതോടൊപ്പം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞ പരാമർശങ്ങളും പി സി ജോർജിന് ഒരു നല്ല പാഠമാകുമോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം നമ്മൾ കരുതാൻ. മതേതരത്വത്തിലും ബഹുസ്വരതയിലും വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ നിയമവാഴ്ചയിൽ, നമ്മുടെ നിയമ സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷയും ഉറപ്പും തരുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇത് 3ാമത്തെ തവണയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അതികഠിനമായിട്ടുള്ള മുസ്ലിം വിരോധം പറഞ്ഞതിന്, മുസ്ലിങ്ങൾക്കെതിരായി വിഷം തുപ്പിയതിന് കേസെടുത്തിരിക്കുന്നത്. ഇതിന് മുമ്പ് 2 വട്ടം കേസെടുത്തു. ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഉത്തരേന്ത്യയിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ചായ കച്ചവടക്കാർ തരുന്ന ചായ കുടിച്ചാൽ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അവരുടെ പ്രത്യുൽപാദനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാവും, തടസ്സം ഉണ്ടാവും. ആ തരത്തിൽ വരെ അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നെല്ലാം നിയമത്തിൻ്റെ ചില സാങ്കേതിക പിഴവുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിയമം നൽകുന്ന ചില കൺസെഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് നാൾ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഇല്ലാണ്ടാവുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം വളരെ കൃത്യമായി കോടതി അതിശക്തമായ നിലപാടെടുത്തു. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ നിലപാട് വന്നതുകൊണ്ട് അത് പോലീസിൻ്റെ കാര്യത്തിലായാലും ഈ കീഴ്ക്കോടതിയുടെ കാര്യത്തിലായാലും പി സി ജോർജിനെതിരെ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് അവർ എത്തിച്ചു. അതൊപ്പം തന്നെ അതിശക്തമായി പ്രോസിക്യൂഷന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ഒരു 15 ദിവസം റിമാൻഡിൽ കഴിയുകയാണെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പി സി ജോർജ് വരികയാണ്. പക്ഷെ ഇവിടെ പോലും പി സി ജോർജ് നന്നാകും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കാർക്കും ഇല്ല. നമ്മൾ നോക്കുക, പി സി ജോർജ് വർഗീയത മാത്രം പറയുന്ന ആളല്ല. പി സി ജോർജ് വെറുപ്പിൻ്റെ ആളാണ്. തനിക്കെതിരായി വരുന്ന ഏതൊരാൾക്കെതിരെയും കാലാകാലങ്ങളായി വെറുപ്പ് വിതറിയിട്ടുള്ള ഒരാളാണ്. നമ്മൾ നോക്കുക, VS അച്യുതാനന്ദനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനെതിരെ പറഞ്ഞിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ബിഷപ്പിനാൽ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെതിരെയാണ് അദ്ദേഹം പറയാതിരുന്നിട്ടുള്ളത്? കാലാകാലങ്ങളിൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാലുമാറിയിട്ടുള്ള ആയാറാം ഗയാമറാമായിട്ടുള്ള നാക്കിന് വിലയില്ലാത്ത, നാക്കിന് തടയില്ലാത്ത പി സി ജോർജ് കാലങ്ങളായി ഓരോ കാലഘട്ടത്തിലും തനിക്ക് കിട്ടുന്ന തമ്പ്രാന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എതിർപക്ഷത്തുള്ള ആളുകളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അപഹരിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആ നാവ് നന്നായി ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടുമുണ്ടല്ലോ. പി സി ജോർജിനെ അങ്ങ് ഇറക്കി വിടുന്നു, പി സി ജോർജ് വായിൽ തോന്നി പറയുന്നു. അത് എതിരാളികൾക്ക് മേൽ കൊണ്ട് തറയ്ക്കുമ്പോൾ അവരത് അത് കേട്ട് പൊളയും. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഇപ്പോൾ തള്ളിപ്പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ മിക്കതും ഒരു ഘട്ടത്തിൽ പി സി ജോർജിനെ ഉപയോഗിച്ചവരാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ പി സി ജോർജിനെ ഉപയോഗപ്പെടുത്തിയ ആളുകളാണ്. കാരണം എതിരാളികൾക്കെതിരെ അവർക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള, ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള ഒരു ആയുധമായിരുന്നു പി സി ജോർജ്. കാരണം പി സി ജോർജിനോട് പറയുന്നു, ഇന്നയാളാണ് ശത്രു, ഫിനിഷ് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഫിനിഷ് ചെയ്തിട്ടാണ് പി സി ജോർജ് വരിക. പലപ്പോഴും അദ്ദേഹം ഇപ്പം മുസ്ലിം വിരോധം പറയുന്ന പി സി ജോർജ് ഒരു സമയത്ത് ആയത്തുള്ള ഖൊമൈനിയേക്കാൾ വലിയ മുസ്ലിം സംഘിതത്വം പറഞ്ഞിട്ടുണ്ട്.
ഒരു സമയത്ത് ഇപ്പോൾ ദളിത് വിരോധം പറഞ്ഞിരുന്ന പി സി ജോർജ് മുമ്പ് ദളിതുകൾക്ക് അനുകൂലമായിട്ട് പല പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ന പക്ഷത്തൊന്നുമില്ല. പക്ഷെ എപ്പോഴെല്ലാം ആരുടെ കൂടെ നിൽക്കുന്നു, പഴയ ഗ്രാമഫോൺ റേഡിയോയുടെ പരസ്യം പോലെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ് എല്ലാ കാലത്തും പി സി ജോർജ്. അപ്പം ആരാണോ തനിക്കെതിരെ വരുന്നത് അവരെ ആ സമയത്ത് യജമാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആ യജമാനൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗ്രേഡ് കൂട്ടി പറയുക. ഇപ്പം BJP പക്ഷത്തേക്ക് വന്നതിന് ശേഷമാണ്. കാരണം അങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു പ്രശ്നമുണ്ട്. മറ്റ് രണ്ട് മുന്നണികൾ അടുപ്പിക്കില്ല, മറ്റെല്ലാ രാഷ്ട്രീയ സഖ്യങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് നിർത്തി. അദ്ദേഹത്തിന് ഓപ്ഷൻസ് കുറവാണ്. ഇനി ഹിന്ദു വർഗീയതയുടെ കൂടെ നിന്ന് ഹിന്ദു വർഗീയത ഏറ്റവും നല്ല നിലയിൽ പറഞ്ഞാൽ മാത്രമേ തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ഭാവി ഈ നാട്ടിലുള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹം അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും മുസ്ലിങ്ങൾക്കെതിരായിട്ട് പറയുന്നത്. ഇപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ മറ്റൊരു നേതാവ്, മറ്റൊരു രാഷ്ട്രീയക്കാരൻ പറയാത്ത തരത്തിൽ ഇത്രയേറെ വെറുപ്പ് അദ്ദേഹം വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് വന്നൊരു വലിയൊരു പതനമാണ്. പക്ഷെ ആ പതനം ഒരു തുടർച്ചയാണ്. കാരണം എല്ലാ കാലത്തും, കാരണം കേരള കോൺഗ്രസിൽ തന്നെ അദ്ദേഹം മാണിയുടെ കൂടെ നിന്ന് ജോസഫിനെ തെറി വിളിച്ചിട്ടുണ്ട്, ജോസഫിന്റെ കൂടെ നിന്നിട്ട് മാണിയെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ആരെയും ചീത്ത വിളിക്കാനുള്ള, ആർക്കുമെതിരെ എന്തും പറയാനുള്ള ഒരു തരത്തിലുള്ള ഒരു വല്ലാത്ത ഒരു അലിഖിത ലൈസൻസ് പി സി ജോർജിന് അങ്ങനെ നൽകിയിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ആ അലിഖിത ലൈസൻസ് ഉപയോഗിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനൊരു തമാശയായും അത് കേട്ട് ചിരിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന കാര്യം കൂടി ഇവിടെ നിൽക്കുന്നു. ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ കെ സോമൻ, ഇന്നിപ്പോൾ പി സി ജോർജിനെ സർക്കാർ വേട്ടയാടുന്നു എന്നൊരു വാർത്താക്കുറിപ്പ് കെ സുരേന്ദ്രൻ ഇറക്കിയിരിക്കുന്നു. ഇവിടെ സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് പിന്തുണ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ജാവ്ദേക്കർക്ക് ഒരു പരാതി നൽകിയ ശേഷം വന്നിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പാണ്. ഇന്ന് രാവിലെ BJP പ്രവർത്തകർ, BJP നേതാക്കളടക്കം പി സി ജോർജിന്റെ വീട്ടിലേക്ക് എത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ പറയുന്നു, പി സിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. ചാനൽ ചർച്ചയിൽ സംഭവിച്ച ഒരു നാക്കുപിഴയുടെ പേരിൽ അദ്ദേഹം പരസ്യമായി മാപ്പ് ചോദിച്ചിരുന്നു. എന്നാൽ ഒരു തീവ്രവാദി പോലെയാണ് സർക്കാർ പി സി ജോർജിനോട് പെരുമാറിയതെന്ന്. അപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി പറഞ്ഞ വാചകങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേട്ടിട്ടില്ല എന്നാണോ? പി സി ജോർജ് രാഷ്ട്രീയത്തിൽ തുടരാൻ തന്നെ അർഹതയില്ലാത്ത നേതാവാണ് എന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. അതെന്തുകൊണ്ടാണ് തുടർച്ചയായി പറയുന്ന ഈ നാക്കുപിഴ, അത് നാക്കുപിഴയല്ല, ദുരുദ്ദേശത്തോടു കൂടി ആവർത്തിക്കുന്നതാണ്. അത് പറഞ്ഞ ശേഷം മാപ്പ് പറഞ്ഞ് അതിൽ നിന്നും തടി തപ്പാമെന്ന് ഇനി കരുതേണ്ട എന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതിയെയാണോ സുരേന്ദ്രൻ തള്ളി പറഞ്ഞത്? ബഹുമാനപ്പെട്ട സ്മൃതി, ഇതിൽ BJPയുടെ നിലപാട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു. പ്രകാശ് ജാവ്ദേക്കർക്ക് പരാതി അയച്ചതിന് ശേഷമാണ് BJP പ്രവർത്തകന്മാർ അവിടെ വരാൻ തുടങ്ങിയത് എന്നൊക്കെയുള്ളത് ഒരു കള്ളപ്രചരണം മാത്രമാണ്, ഒരു ആഖ്യാനമാണ്. നോക്കൂ, രാവിലെ നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാർ അവിടെ കാണുന്നത് ആരെയാണ്? ഞങ്ങളുടെ 2 ജില്ലാ പ്രസിഡന്റുമാർ. കോട്ടയം ജില്ല ഇപ്പോൾ 2 ജില്ലയാണ്. ആ 2 ജില്ലയിലെ പ്രസിഡന്റുമാർ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പി സി ജോർജുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു നേതാവ് എന്ന നിലയിൽ തന്നെ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചതാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ പരാമർശത്തെ അല്ല സംസ്ഥാന അധ്യക്ഷൻ തള്ളിക്കളയുന്നത്. 3 പതിറ്റാണ്ട് കാലമായി അദ്ദേഹം രാഷ്ട്രീയക്കാരനായി ഇരിക്കാൻ യോഗ്യനാണ് എന്ന് ജനകീയ കോടതിയിൽ തെളിയിക്കപ്പെട്ടത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ തെരഞ്ഞുപിടിച്ച് ഈ സന്ദർഭത്തിൽ പി സി ജോർജിനെ വേട്ടയാടുന്നു എന്നുള്ളത് BJPയുടെ രാഷ്ട്രീയ ആരോപണം തന്നെയാണ്. നോക്കൂ, ഇവിടെ സമാനമായ എത്രയോ പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാക്കുപിഴവിനെ സംബന്ധിച്ച് ഒരു സമൂഹത്തിന് നൊമ്പരമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി അതിൽ ഖേദിക്കുന്നു, ആ പ്രസ്താവന ഞാൻ പിൻവലിക്കുന്നു എന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം പറഞ്ഞത് മുഖവിലക്കെടുക്കാതെ അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ചു വേട്ടയാടുന്നത് സവിശേഷമായ രാഷ്ട്രീയ സമീപനം കൊണ്ടാണ്. സോമൻ, തിരഞ്ഞുപിടിച്ച് വേട്ടയാടുകയാണോ? ഈ മാപ്പ് പറച്ചിൽ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണല്ലോ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോഴാണല്ലോ ഹൈക്കോടതി പറഞ്ഞത് ഈ മാപ്പപേക്ഷ കുറെ കേട്ടിട്ടുണ്ട്, ഇത് തുടർച്ചയാവുകയാണ്, ഇങ്ങനെ മോശം പരാമർശം നടത്തുന്നു, അപരവിദ്വേഷം പ്രചരിപ്പിക്കുന്നു, അതിനുശേഷം തൊട്ടടുത്ത ഘട്ടത്തിൽ അങ്ങ് മാപ്പ് പറയുന്നു, ചാനൽ ചർച്ചയിൽ വിളിച്ചു പറയുന്നു, അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ മാപ്പ് ചോദിക്കുന്നു. ഫേസ്ബുക്ക് അത്ര പേര് കാണണമെന്നില്ല, ചാനൽ ചർച്ച ഒരുപാട് പേർ കണ്ടിരിക്കാം. ഇതൊക്കെയാണ് കോടതി പറഞ്ഞത്. ബഹുമാനപ്പെട്ട സ്മൃതി, ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശങ്ങളെ മുഖവിലക്കെടുക്കുന്നു.
PC ജോർജ് നിരവധി സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കോടതികളിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും അത് ആവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ് കോടതി പറഞ്ഞത്. എന്റെ വാദം PC ജോർജ് ഒരു ചർച്ചയ്ക്കിടയിലാണെന്നേ, ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ പോലുമല്ല. ഒരു ചർച്ചയ്ക്കിടയിൽ സഹപാനലിസ്റ്റിന്റെ പ്രകോപനത്തിന് വഴിപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശം നിർവ്യാജം നിരുപാധികമായി പിൻവലിക്കുന്നു എന്ന സമീപനം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തെ രാഷ്ട്രീയമായി തെരഞ്ഞുപിടിച്ചു വേട്ടയാടുന്നതിന്റെ പിന്നിൽ ഇപ്പോൾ അദ്ദേഹം അവിടെയാണ് കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞതിലേക്ക് മാത്രം ഞാൻ എത്തുകയാണ് ശ്രീ സോമൻ. പ്രകോപനം, അങ്ങനെ പെട്ടെന്ന് പ്രകോപിതനാകുന്ന ആൾ എങ്ങനെ 30 വർഷമായി ഈ രാഷ്ട്രീയ പാരമ്പര്യം പറയുമ്പോൾ ജനപ്രതിനിധിയായി 30 വർഷം നിന്നു എന്ന് പറയുന്ന ആൾ ഇങ്ങനെ പ്രകോപിതനാവുന്നെങ്കിൽ അങ്ങനെ ഒരാൾ രാഷ്ട്രീയത്തിൽ വേണ്ട എന്നാണ് കോടതി പറയുന്നത്. ഈ ചാനൽ ചർച്ച എന്ന് പറയുന്നത് രഹസ്യ ചർച്ചയല്ലല്ലോ, നാട്ടുകാർ കാണുന്നതല്ലേ. അതിനാൽ സ്വാധീനിക്കപ്പെടുന്നവരുണ്ടാകില്ലേ, അത് ഏറ്റുപിടിച്ച് അത് ഘോരഘോരം വിളമ്പി അത് ഷെയർ ചെയ്യുന്നവരുണ്ടാകില്ലേ? രാഷ്ട്രീയത്തിൽ ബഹുമാനപ്പെട്ട PC ജോർജ് വേണ്ട എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു എന്ന് ഞാൻ ആ വിധി പ്രസ്താവനയ്ക്കകത്തിൽ കാണുന്നില്ല. അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി പ്രകോപനത്തിന് വശംവദനാകുന്നു. രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരാൾ രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹനല്ല എന്നൊരു വാചകമാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്, ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട PC ജോർജ് അത് ജനങ്ങളുടെ കോടതിയിൽ 3 പതിറ്റാണ്ട് കാലം തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട സ്മൃതിയോട്, കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി ഭരണഘടന കുന്തവും കൊടച്ചക്രവുമാണെന്ന് പറഞ്ഞാൽ അത് കേട്ട് ജനങ്ങൾ വിശ്വസിച്ച് ഈ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന കുന്തം കൊടച്ചക്രവുമാണ് എന്ന് കരുതുന്നവരുടെ എണ്ണം കൂടുമെന്ന് ബഹുമാനപ്പെട്ട സ്മൃതി കരുതുന്നുണ്ടോ? ഞാൻ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതിലും ഗുരുതരമാണ് ശ്രീ സോമൻ. ഒരു മതവിഭാഗം, ആ മതവിഭാഗം ഇന്ന ഗ്രൂപ്പ്, ആ മതവിഭാഗത്തിൽ ഇന്ന ഗ്രൂപ്പ് എന്നില്ല, ആ മതവിഭാഗം ഒന്നാകെ തന്നെ ഇവിടെ നിന്നും പോകേണ്ടവരാണ്. എവിടേക്ക് പോകണം എന്നുള്ളത് സ്ഥിരമായിട്ട് പറയാറുള്ളതാണല്ലോ, പാകിസ്ഥാനിലേക്ക്. അങ്ങനെ പോകേണ്ടവരാണ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ തുടരണം എന്നൊരു അഭിപ്രായം BJPക്കുണ്ടോ? അത്ര തീവ്രമായിട്ട് നിങ്ങൾ പറയാറില്ലല്ലോ. രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗത്തിനിടയിലും ചർച്ചകൾക്കിടയിലും ഏത് തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും ഏത് തരത്തിലുള്ള വാക്കുകൾ ഏത് അർത്ഥത്തിൽ ഉപയോഗിക്കണമെന്നതിനെ സംബന്ധിച്ചുമൊക്കെ വ്യക്തികളുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവത്തിന്റെ പിൻബലത്തിൽ വരുന്നതാണ് എന്ന് ഞാൻ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട സാഹചര്യമില്ല. PC ജോർജ് പറഞ്ഞിട്ടുള്ള പരാമർശത്തിൽ BJP എന്ന പാർട്ടി ഓരോന്നും അതാത് നേതാക്കൾക്ക് വിട്ടുകൊടുക്കുകയാണോ ചെയ്യാറ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് പറയാം എന്ന് പറഞ്ഞാണോ ചർച്ചയ്ക്ക് വിടുന്നത്? നിങ്ങൾക്ക് പാനൽ ചർച്ചയിൽ വിടാൻ ഒരു സംവിധാനമുണ്ട്, അതുവഴി ഓരോ ചർച്ചകളിലേക്കും ആളുകളെ തരികയാണ്. താങ്കളെ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതും അങ്ങനെയാണല്ലോ. അതേപോലെ ആയിരിക്കുമല്ലോ PC ജോർജിനെ ആ ചാനലിലേക്ക് വിട്ടതും. അപ്പോൾ നിങ്ങൾ അങ്ങ് എന്തും പറഞ്ഞോളൂ, അവിടെ നിങ്ങൾക്ക് സർവതന്ത്ര സ്വതന്ത്രമായി പ്രതികരിക്കാം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടാണോ? സ്മൃതി ദീർഘകാലമായി പൊതുരംഗത്ത് നിൽക്കുന്ന MLA ആയിരുന്ന ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങൾ പുലർത്തുന്ന PC ജോർജിന് അങ്ങനെ ഒരു പഠനത്തിന്റെ പിൻബലത്തിൽ ചർച്ചയിലേക്ക് പോകേണ്ടതല്ല. സാഹചര്യമുണ്ടായി, സഹപാനലിസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രകോപനത്തിന് അദ്ദേഹം വശംവദനായി പോയതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാതിരുന്നു. അത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം അങ്ങനെ ഒരു പ്രകോപനത്തിൽ നിന്നുള്ളതല്ല, അവനവന്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതാണല്ലോ ശ്രീ സോമൻ. അതാണ് കോടതിയുടെ ബോധ്യവും അതാണ് കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PK നവാസ്, ജനുവരി 5-നാണ് ചാനൽ ചർച്ചയിൽ PC ജോർജ് പരാമർശം നടത്തിയത്. ഈ പ്രകോപിപ്പിച്ച് പറയിപ്പിച്ചു എന്നാണ് ശ്രീ സോമൻ പറയുന്നത്. എന്തായാലും അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പരാതി നൽകുന്നു. യൂത്ത് കോൺഗ്രസ് പരാതി നൽകി 5 ദിവസത്തിന് ശേഷമാണ് പോലീസ് കേസെടുത്തത്. പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങിയോ ഇല്ല. ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ PC ജോർജ് നേരത്തെ തന്നെ കീഴടങ്ങാൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തുകയായിരുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ പരാതിയിൽ പോലീസിന്റെ വേഗം, പോലീസിന്റെ നടപടികൾ, അതിനുശേഷം കോടതിയിൽ എത്തിയപ്പോൾ റിപ്പോർട്ട് എവിടെയെന്ന് ചോദിക്കുന്നു, റിപ്പോർട്ട് കിട്ടുന്നില്ല, റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ വീണ്ടും സമയം കൊടുക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സ്മൃതി, ആദ്യമായി BJPയുടെ പ്രതിനിധി ശ്രീ സോമൻ ഇവിടെ സംസാരിക്കുമ്പോൾ
ശ്രീ പി സി ജോർജിന് എന്തോ സവിശേഷമായ ഒരു അധികാരം കേരളത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഞാൻ പറയുന്നത് കേരളത്തിൽ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന രീതിയിൽ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള BNS വകുപ്പ്, ആ BNSന് നിയമവിധേയമായി മാത്രമേ ഒരു പൗരൻ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധ്യമാകൂ. അത് ചാനൽ ചർച്ചയിൽ പ്രകോപനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അങ്ങ് പ്രകോപനം എന്ന വാചകത്തെ പൂർണ്ണമായി ഞാൻ തള്ളിക്കളയുമ്പോൾ തന്നെ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാജ്യത്തൊരു പൗരൻ മാനിക്കേണ്ട മാന്യതയും മര്യാദയും പാലിച്ച് മാത്രമേ ഒരാൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമാകൂ. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥക്കനുസരിച്ച് അദ്ദേഹം വഴിപ്പെടേണ്ടി വരും. അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വരും. അത് പി സി ജോർജ് ആയി എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും സവിശേഷമായ ഒരു പരിഗണന ലഭ്യമാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സ്മൃതി, നിങ്ങൾ പറഞ്ഞതുപോലെ ജനുവരി മാസം 5-ാം തീയതി BJPയുടെ ചാനൽ 3 വർഷം തടവോ പിഴയോ രണ്ടും കൂടി അനുഭവിക്കാം. തീർച്ചയായും അനുഭവിക്കാവുന്ന കുറ്റം. ഇത് മാത്രമല്ല, ഇതേ വകുപ്പ് പ്രകാരം തന്നെ നേരത്തെയും ഇദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ പബ്ലിക് ഡൊമൈനകത്ത് 4-ാമത്തെയോ 5-ാമത്തെയോ തവണയാണ് സമാനമായ കടുത്ത വർഗീയമായ പരാമർശവുമായി അദ്ദേഹം കടന്നു വരുന്നത്. സ്മൃതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനുവരി 5-ാം തീയതിയാണല്ലോ ഈ വിഷയത്തിന് ആസ്പദമായ ഒരു സംസാരം, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം വർഗീയമായ ഒരു പരാമർശവും ഒരു സംസാരം ഉണ്ടാകുന്നത്. അത് നടക്കുന്നത് BJPയുടെ ചാനലായ ജനൻ ടി വിക്ക് അകത്തുള്ള ചർച്ചയ്ക്ക് വെച്ചാണ്. അവിടെ തന്നെ ആ ജനുവരി മാസം 5-ാം തീയതി തന്നെ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആ ചാനൽ ചർച്ചയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, പി സി ജോർജിന്റെ ഈ പരാമർശത്തോടു കൂടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം കേരള പോലീസിന് സുമോട്ടോ കേസെടുക്കണമായിരുന്നു. ജനുവരി മാസം 5-ാം തീയതി തന്നെ സുമോട്ടോ കേസെടുക്കണമായിരുന്നു. ഒന്നാമത്തെ തെറ്റ്, കേരള പോലീസ് സുമോട്ടോ കേസെടുത്തില്ല. പോട്ടെ. രണ്ടാമത്തതോ, പി സി ജോർജ് സമാനമായ തന്നെ BNSലെ സമാന വകുപ്പ് പ്രകാരം തന്നെ തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കുകയും ആ കോടതിയിൽ നിന്ന് കണ്ടീഷൻ ബെയിൽ ലഭ്യമായി പുറത്തിറങ്ങിയ ഒരാളാണ്. ആ കണ്ടീഷൻ ബെയിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരൊറ്റ ചാനൽ ചർച്ചയിലൂടെ ആരാണ് കോടതിയെ അറിയിക്കേണ്ടത്? തിരുവനന്തപുരം മജിസ്ട്രേറ്റിന് അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഈ കേരള പോലീസിനാണ്. അവർ തിരുവനന്തപുരം മജിസ്ട്രേറ്റിന് അറിയിച്ചില്ല. രണ്ടാമത്തെ തെറ്റ് കേരള പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നു. മൂന്നാമത്തത്, ആ ജനൻ ടി വിയിലെ ചർച്ച പൂർണ്ണമായി ഞാനത് കണ്ടു. അത് ആ TV അവതാരകൻ, അവരുടെ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന അവതാരകൻ, ആ അവതാരകൻ ചർച്ചയെ കൊണ്ടുപോകുന്ന രീതിയും അദ്ദേഹത്തിന്റെ ഭാഷയിൽ വരുന്ന വാക്കുകളും ആ ചാനലിന്റെ രാജ്യത്ത് നിലനിൽക്കുന്ന രാജ്യത്തിന്റെ പ്രക്ഷേപണ നിയമവുമായി ബന്ധപ്പെട്ട് പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആ ഒരൊറ്റ ചർച്ച കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ആ ചാനലിനെതിരെ നടപടി സ്വീകരിക്കണമായിരുന്നു. മൂന്നാമത്, അതും സ്വീകരിക്കപ്പെട്ടില്ല. ഇതൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, മുസ്ലിം യൂത്ത് ലീഗ് ഒരു പരാതി നൽകി. സ്വമേധയാൽ കേസെടുക്കേണ്ട ഒരു കേസിൽ ഞങ്ങൾ പരാതി നൽകിയിട്ട് പോലും FIR ഇടാൻ ഈരാറ്റുപേട്ട പോലീസ് തയ്യാറായില്ല. ആ FIR അടുത്ത് ഈരാറ്റുപേട്ട പോലീസിന് അടുത്തേക്ക് ചെന്ന് തർക്കിക്കുകയും അവിടെ ബഹളം വെക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു FIR ഇടാൻ പോലും കേരളത്തിലെ പോലീസ് തയ്യാറാകുന്നത് എന്നത് വിചിത്രമായ ഒരു കാര്യമാണ്. ഇനി അതൊക്കെ പോട്ടെ, അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞല്ലോ, 1 മാസത്തിലധികം കഴിഞ്ഞു. കേരള ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ജാമ്യം തള്ളുമ്പോൾ പറഞ്ഞൊരു വാചകം എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, പോലീസിന്റെ കുറ്റകരമായ ഈ മൗനം നിൽക്കുമ്പോൾ തന്നെ കോടതി പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനായി തുടരാൻ പോലും പി സി ജോർജിന് യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ എത്രമേൽ ഗൗരവമായാണ് രാജ്യത്തിന്റെ നീതിപീഠം ഈ വിഷയത്തെ സമീപിച്ചത്. ഈ കാലത്തിനിടയിൽ കേരളത്തിൽ മറ്റു 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി സ്മൃതി. ഒന്ന്, കേരളത്തിലെ നിയമസഭാ സാമാജികൻ, അദ്ദേഹം നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ ഓഫീസിനകത്ത് കയറി ഒരു കസാരയും ഒരു ബൾബും തല്ലി തകർത്തിട്ടുണ്ട്. തെറ്റാണ്, തർക്കമൊന്നുമില്ല. ഇവിടുത്തെ വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊന്നുകളയുന്നതുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിൽ ആ MLA അന്ന് രാത്രി തന്നെ വീട് വളഞ്ഞ് 200ഓളം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഈ സമയത്തുണ്ടായ കാര്യമാണ്. രണ്ടാമത്, നമുക്കറിയാം ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. ആ വിവാദത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി പോലീസ് വയനാട് വന്ന് റോഡിൽ നിന്ന് വാഹനം വിലങ്ങിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ 2 പ്രമുഖരായ ഒരു MLAയും നിയമസഭാ സാമാജികനുമായ ഒരാൾ, കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരാൾ, അവർ ചെയ്ത കുറ്റവും ശരിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവരെ പോലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ സമയത്തിനിടയിൽ ഇവർക്ക് സാധ്യമാകുമ്പോഴും ഇത്രമേൽ വലിയ വർഗീയ പരാമർശം നടത്തിയ, സമാനമായ തെറ്റുകൾ നേരത്തെ ചെയ്ത, കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട ഒരു പ്രതിയെ പിടിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള മൂവ്മെന്റും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതി ജാമ്യം തള്ളിയ ശേഷമാണ് പോലീസ് പോലും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പോലും ചെയ്തത്. അതെന്തുകൊണ്ടാണെന്നാണ് നവാസ് കരുതുന്നത്? കാരണം ഇതേ ഇടത് സർക്കാരിന്റെ കാലത്ത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് ഈരാറ്റുപേട്ടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് റോഡ് ഷോ ആയി കൊണ്ടുപോയ ഒരു കാഴ്ച നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആള് ജാമ്യത്തിൽ ഇറങ്ങി പോയി എന്നുള്ള കാര്യം വേറെ. പക്ഷേ അന്നത്തേതിൽ നിന്നും ഇന്നത്തെ സാഹചര്യം എങ്ങനെ മാറുന്നു? നിങ്ങളുടെ മനസ്സിലാക്കൽ എന്താണ്? സ്മൃതി, നമുക്ക് പരിശോധിക്കാം എന്താണ് മാറ്റം. കേരളത്തിന് ആഭ്യന്തര വകുപ്പ് മാറിയോ? മാറിയിട്ടില്ല. കേരളത്തിന്റെ ഭരണം മാറിയോ? മാറിയിട്ടില്ല. കേരളത്തിന്റെ പോലീസ് മാറിയോ? മാറിയിട്ടില്ല. അപ്പുറത്ത് നിൽക്കുന്ന പ്രതി പി സി ജോർജ് എന്നല്ലേ? അദ്ദേഹം തന്നെയാണ്. പിന്നെ എന്താ മാറ്റം? അന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇന്ന് പി സി ജോർജ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ഈ ഒരു മാറ്റേ കേരളത്തിൽ ഉണ്ടായുള്ളൂ. അന്ന് അറസ്റ്റ് ചെയ്ത് കോട്ടയത്ത് നിന്ന് അദ്ദേഹത്തെ സകല മാധ്യമങ്ങളുടെയും അകമ്പടിയോടുകൂടി തിരുവനന്തപുരത്ത് ജയിലിൽ കൊണ്ടുവിടുമ്പോൾ കേരളത്തിലുണ്ടായ മാറ്റം എന്താണ്?
എന്താണ് ഇന്നും അന്നുള്ള മാറ്റം എന്താണ്? ഒരു മാറ്റമില്ല. ഭരണത്തിന് മാറ്റമില്ല, പോലീസിന് മാറ്റമില്ല, ആഭ്യന്തര വകുപ്പിന് മാറ്റമില്ല, പ്രതിക്ക് മാറ്റമില്ല, അന്നത്തെ BNS വകുപ്പുകൾക്ക് മാറ്റമില്ല, അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾക്ക് മാറ്റമില്ല, കേരളീയ ജനതയ്ക്ക് മാറ്റമില്ല. പക്ഷേ ഒരു മാറ്റം ഉണ്ടായി. അന്ന് കേരളപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ചെയർമാനാണ് PC ജോർജ്. ഇന്ന് BJPയുടെ വൈസ് പ്രസിഡന്റാണ്. ആ വൈസ് പ്രസിഡന്റ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന പ്രിവിലേജ് കിട്ടിയപ്പോൾ നേരത്തെ അറസ്റ്റ് ചെയ്ത പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, പിണറായി വിജയന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ആഭ്യന്തര വകുപ്പിന് മുന്നോട്ട് മൂവ്മെന്റ് നടത്താൻ കഴിയുന്നില്ല. കേരളം കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. നമുക്കറിയാലോ, സമാനമായ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു യൂട്യൂബർ ഇത്തരത്തിൽ വർഗീയമായ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഒരു നിയമസഭാ സാമാജികൻ ശ്രീ അൻവർ അദ്ദേഹം കൊടുത്തൊരു പരാതിക്ക് മുകളിൽ അവസാനം എവിടെ എത്തേണ്ടി വന്നു? ആ യൂട്യൂബർക്ക് രോമത്തിൽ തൊടാൻ പോലും ഇവർക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല, കലാപത്തിനിറങ്ങിയ പോരാട്ടത്തിനിറങ്ങിയ MLAക്ക് MLA സ്ഥാനവും പാർട്ടി അംഗത്വവും മുന്നണി അംഗത്വവും ഒക്കെ നഷ്ടപ്പെട്ട് പെരുവഴിയിൽ നിൽക്കേണ്ടി വന്നത് ഈ ഭരണത്തിന് തണലാണ്. എന്ന് വെച്ചാൽ BJPയിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്, BJPയും CPM ഉള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ PC ജോർജ് ഇന്ന് മാറുന്നു. അന്നും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ അദ്ദേഹം BJPയുടെ ഭാഗമല്ല. അന്ന് അതിന്റെ ലാഭം അദ്ദേഹത്തിന് ലഭ്യമായില്ല. ശരി, അരുൺ അതിന് മറുപടി പറയട്ടെ. അതിനു മുമ്പ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത കൂടി ഒന്ന് വായിക്കട്ടെ. PC ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് മെഡിക്കൽ പരിശോധനയിൽ ECG വ്യതിയാനം കണ്ടിരിക്കുന്നു. PC ജോർജിനെ ICUയിലേക്ക് മാറ്റുകയാണ്. കാർഡിയോളജി വിഭാഗത്തിലെ ICUയിലേക്കാണ് മാറ്റുന്നത്. രാവിലെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറ്റബോധമുണ്ടോ PC ജോർജിന് എന്ന് ചോദിച്ച മാധ്യമങ്ങളോട് ഞാൻ വന്നിട്ട് പറയാമെടാ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അദ്ദേഹത്തിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ രീതിയും ഒന്നും ഒരു മാറ്റമില്ലാതെ കോടതിയിലേക്ക് പോകുമ്പോഴും അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ. ഇപ്പോൾ അദ്ദേഹത്തിന് ECGയിൽ വേരിയേഷൻ കണ്ടിരിക്കുകയാണ്. അരുൺ മറുപടി പറയാം. പോലീസിന് ഒരു 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 മെല്ലെപ്പോക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പരാതി നൽകിയ യൂത്ത് ലീഗിൻ്റെ അനുഭവം. അതോടൊപ്പം തന്നെ ഇന്ന് കോടതിയിൽ കണ്ട കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. എന്താണ് അരുണ് പറയാനുള്ളത്? ഇവിടെ കേരളത്തിൻ്റെ പോലീസ് എത്ര ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചാലും, കോടതിയിൽ പ്രോസിക്യൂഷൻ എത്ര ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാലും അതിനെ അംഗീകരിക്കുക എന്നുള്ളൊരു സാമാന്യമായിട്ടുള്ള മര്യാദ UDF BJP ഒന്നും കാണിക്കാറില്ല ഒരു ഘട്ടത്തിൽ പോലും. ഇതേ PC ജോർജിനെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതും ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് പ്രോസിക്യൂഷൻ കേസൊക്കെ കേട്ടതിന് ശേഷം ജാമ്യം കൊടുത്ത നിരവധി സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് എല്ലാ സീമകളും ലംഘിച്ച് നടത്തിയ പ്രസ്താവന, അതിൽ പരാതി കിട്ടുന്നു. പരാതി കിട്ടുമ്പോൾ പോലീസിന് കേസെടുക്കേണ്ടതിൻ്റെതായിട്ടുള്ള ഒരു പ്രാഥമിക പരിശോധന നടത്തണം. കാരണം ആ ചാനൽ ചർച്ചയുടെ യഥാർത്ഥത്തിലുള്ള കോപ്പി എടുക്കണം, അത് ഒറിജിനലാണോ എന്ന് നോക്കണം, പരിശോധിക്കണം. മറ്റു തരത്തിൽ പെട്ടെന്ന് തന്നെ കേസെടുക്കുന്നു. പിന്നീട് സെഷൻസ് കോടതിയിൽ പോകുന്നു ജാമ്യാപേക്ഷയുമായി. സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ അതിശക്തമായി തന്നെ ഈ PC ജോർജിൻ്റെ അഭിഭാഷകന്റെ വാദത്തെ തള്ളിക്കളയുന്ന തരത്തിൽ അല്ലെങ്കിൽ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. എല്ലാ തെളിവും ഹാജരാക്കുന്നു. സെഷൻസ് കോടതി ആ ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം ഹൈക്കോടതിയിൽ വരുന്നു. ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. അവിടെ വരുമ്പോഴും പ്രോസിക്യൂഷൻ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ഇതിനു മുമ്പ് അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രകടനങ്ങളുടെ മുഴുവൻ കോപ്പികൾ ഹാജരാക്കുന്നു, FIRകൾ ഹാജരാക്കുന്നു. അത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പറഞ്ഞ ഇത്തരം കേസുകൾ ഇനി ഒരിക്കലും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്ന ഓർഡർ ഹാജരാക്കുന്നു. അതിൽ തന്നെ BA 4094/2022 ആ കേസിലും നോട്ട് ടു മേക്ക് എനി സ്പീച്ച് ഓർ സ്റ്റേറ്റ്മെന്റ് വിച്ച് വുഡ് ടെൻഡ് ടു റിസൾട്ട് ഇൻ കമ്മീഷൻ ഓഫ് ഒഫൻസ് അണ്ടർ ദി സെക്ഷൻ 153A 294A ഓഫ് IPC. അന്ന് IPC ഒഫൻസ് ആണ്. 2022 ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയ കേസിൽ, മതവിദ്വേഷം നടത്തിയ കേസിൽ ജാമ്യം കൊടുക്കുമ്പോൾ ഇതേ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2022 തന്നെ മറ്റൊരു കേസിൽ ബെയിൽ ആപ്ലിക്കേഷൻ നമ്പർ 3971/2022 ഒരിക്കലും ഇത്തരത്തിൽ ഉള്ള കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന് പറയുന്നു. അതുപോലെ തന്നെ കന്യാസ്ത്രീ അധിക്ഷേപിച്ച കേസ്, ഹോട്ടൽ റൂമിൽ ആഹാരം എത്തിക്കാൻ വൈകിയതിന് അധിക്ഷേപിക്കുകയും ജീവനക്കാരനെ അടിക്കുകയും ചെയ്ത കേസ്, അങ്ങനെ നിരവധി കേസുകളുണ്ട്. ഇത്തരത്തിലുള്ള കേസുകളുടെ വിധിന്യായങ്ങളിലെല്ലാം സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ കോട്ടിംഗ് ആർഡുകൾ അടക്കം, ജഡ്ജ്മെന്റുകൾ അടക്കം ഹാജരാക്കി അതിശക്തമായിട്ട് എതിർക്കുന്നു. ഹൈക്കോടതി ജാമ്യാപേക്ഷ നിരസിച്ചു. അതിനുശേഷം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തന്നെയാണ് പോലീസ് ആരംഭിച്ചത്. കാരണം PC ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ കോട്ടയം സെഷൻസ് കോടതി തള്ളിയത് ഫെബ്രുവരി 6-നാണ്. അതിനുശേഷം ശരി അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി. അവിടെ നിന്ന് തള്ളിയിട്ട് ഇപ്പം എത്ര ദിവസമായി? എന്താണ് ഇന്ന്? ഇല്ല, അവിടെ നിന്ന് തള്ളിയിട്ട് എന്താ, തള്ളിയതിന് ശേഷം ശനി ഞായറാണ്. കൃത്യം പറഞ്ഞാൽ 21-ാം തീയതിയാണ് തള്ളിയത്. 22-ഉം 23-ഉം ശനി ഞായറാണല്ലോ. അത് ശനി ഞായർ അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ആ സമയത്ത് അദ്ദേഹം അവൈലബിൾ അല്ല. പോലീസ് കൃത്യമായിട്ട് ശനി കേരള പോലീസിന് അവധി ഒരു തടസ്സമില്ല. ഞാൻ പറഞ്ഞ ഒരു തടസ്സമില്ല. അയാൾ അവൈലബിൾ അല്ല. അല്ല തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ പറയാം, ശനി ഞായറും ഇന്നലെ തിങ്കളും കൃത്യമായി തന്നെ
അല്ല, പോലീസ് എവിടെയൊക്കെ പോയി എന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അല്ല, നമ്മൾ ഇത് വാർത്തയായി നൽകുന്നുണ്ടല്ലോ. പി സി ജോർജിനായി പോലീസ് എപ്പോഴാണ് തിരച്ചിൽ തുടങ്ങിയത്? അല്ല, അതൊക്കെ പോലീസ് പറയേണ്ട കാര്യമാണ്. അതാണ് അഡ്വക്കേറ്റ് അരുൺ അതാണ് പറയുന്നത്. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന അതിശക്തമായ പ്രതികരണം, ആ പ്രതികരണത്തിന്റെ ഒരു ചൂട് പോലീസിനുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ടുള്ള ഒരു നീക്കത്തിലും. അതെന്തുകൊണ്ടാണ്? അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അതിനെ വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് PV അൻവറിന്റെ കാര്യത്തിൽ കണ്ട വേഗം, എന്തുകൊണ്ട് ചെമ്മണ്ണൂറിന്റെ കാര്യത്തിൽ, ബോബി ചെമ്മണ്ണൂറിന്റെ കാര്യത്തിൽ കണ്ട വേഗം, ആ ഒരു വേഗം PC ജോർജിന്റെ കാര്യത്തിൽ ഇപ്പോഴില്ല എന്നുള്ള ചോദ്യം. നിങ്ങൾ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാഥയായി കൊണ്ടുപോയതാണല്ലോ നേരത്തെ. അല്ല, ഇതൊക്കെ ഞാൻ ആദ്യം ഇവിടെ മറ്റ് ഒരാളുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള വേഗത ഇല്ല എന്നൊക്കെ എത്ര ആരോപണം ഉന്നയിച്ചാലും ഇതേ PC ജോർജിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും എൻ്റെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ ഞാൻ ആദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെടിവെച്ചു കൊല്ലുമെന്ന് ഇതേ PC ജോർജിന്റെ ഭാര്യ പറഞ്ഞതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഹൈക്കോടതിയുടെ വിധി ശൂന്യാകാശത്തുനിന്ന് വരുന്നതല്ല. ഞാൻ പറഞ്ഞു കേട്ടെ ഹൈക്കോടതിയുടെ വിധി ശൂന്യാകാശത്തുനിന്ന് വരുന്നതല്ല. ഇവിടെ പോലീസ് നടത്തിയ അന്വേഷണവും പ്രോസിക്യൂഷൻ നടത്തിയ ശക്തമായിട്ടുള്ള ഇടപെടലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിധി പറയുന്നത്. അല്ലാതെ ഹൈക്കോടതി ഏകപക്ഷീയമായി ശൂന്യതയിൽ നിന്ന് എടുക്കുന്ന വിധിയല്ലല്ലോ. അതിശക്തമായിട്ടുള്ള നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിച്ചുകൊണ്ടും ഇത്തരത്തിൽ സമാനമായി മുമ്പ് നടത്തിയ പരാമർശങ്ങൾ അടക്കം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന സാഹചര്യം. അഡ്വക്കേറ്റ് അരുൺ, ഞാൻ ചോദിക്കുന്നത്, ഇത് യൂത്ത് കോൺഗ്രസ് പരാതി നൽകുന്നു. പരാതി നൽകിയ ശേഷം 5 ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് കേസെടുക്കുന്നത്. ഈരാറ്റുപേട്ട പോലീസ് യൂത്ത് ലീഗ് പരാതി നൽകുമ്പോൾ അതിൽ കേസെടുക്കാൻ വൈമുഖ്യം കാട്ടി എന്നടക്കമുള്ള കാര്യങ്ങളാണ് നവാസ് പറയുന്നത്. അതിന് മറുപടിയുണ്ടോ? പോലീസിന് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? പോലീസ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പിന്നാക്കം പോകുന്നത്? താങ്കൾ പറഞ്ഞത് ശരിയാണ്, നേരത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ചരിത്രമുണ്ട്. അന്ന് അദ്ദേഹം ജനപക്ഷത്താണ്, ഇന്ന് അദ്ദേഹം BJP സംസ്ഥാന ഉപാധ്യക്ഷനാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എന്നാണ് യൂത്ത് ലീഗ് പറയുന്നത്. അതിന് മറുപടിയുണ്ടോ? BJP ആകുമ്പോൾ കൈവറയ്ക്കുന്നുണ്ടോ പോലീസിന്? അല്ല, യൂത്ത് ലീഗിന് അതൊന്നുമല്ല. യൂത്ത് ലീഗിന് അങ്ങനെ പലതും പറയാം. ഈ സാഹചര്യം മനസ്സിലാക്കണ്ടേ? ഇതൊരു പൊതുയോഗത്തിൽ വെച്ച് നടത്തിയ പ്രസംഗം അല്ല. ഞാൻ പറയട്ടെ, ഒരു പൊതുയോഗത്തിലോ മറ്റേതെങ്കിലും ഉള്ള പരാമർശം അല്ലല്ലോ. ഇതൊരു ചാനൽ ചർച്ചയിൽ വെച്ച് നടന്ന പരാമർശമാണ്. അത് മതവിദ്വേഷം ഉണ്ടാകുന്നതോ രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമോ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമായാലും അതിന് അതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. എനിക്കൊരു ചാനൽ ചർച്ചയിൽ അപകീർത്തികരമായിട്ടുള്ള പരാമർശം ആങ്കറുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയിട്ട് ഞാൻ കോടതി കയറി നടന്ന 1 വർഷം തികഞ്ഞ ദിവസമാണ് കോടതി അത് കേസെടുക്കാൻ പറഞ്ഞത്. കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചാനലിന്റെ വീഡിയോ ദൃശ്യങ്ങളും അത് ആ ചർച്ച കണ്ട ആളുകളെ വിളിച്ച് എക്സാമിൻ നടത്തി എത്രയോ സാക്ഷികളെ വിസ്തരിച്ച് ബോധ്യപ്പെട്ടിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അത് പറഞ്ഞത് ഇപ്പോഴല്ലേ. ഈ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളാനുണ്ടായ കാരണം പോലീസ് അതിശക്തമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെന്നും തെളിവുകൾ ശേഖരിച്ചുവെന്നും ആ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയെന്നും പ്രോസിക്യൂട്ടർ അതിശക്തമായി വാദം പറഞ്ഞതുകൊണ്ട് സെഷൻസ് കോടതി തള്ളി. അത് ഹൈക്കോടതിയിൽ വന്നപ്പോഴും ഇതേ രൂപത്തിൽ തന്നെ പ്രോസിക്യൂഷൻ അതിശക്തമായി മുൻപ്, അതായത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കൊടുത്ത ജാമ്യം, അതുപോലെ തന്നെ അതിനുശേഷം അവിടുത്തെ സെഷൻസ് കോടതി കൊടുത്ത ജാമ്യം, അതിന് സമാനമായിട്ടുള്ള മുഴുവൻ കേസുകൾ, ഇവയെല്ലാം ഹൈക്കോടതി പരിശോധിക്കുന്ന സാഹചര്യം പ്രോസിക്യൂഷൻ ഹാജരാക്കുമ്പോഴല്ലേ ഉള്ളത്. അരുൺ മറുപടി നൽകും. ഒന്ന് സ്മൃതി, അരുൺ വളരെ തന്ത്രപരമായി കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്ത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സുമോട്ടോ കേസെടുക്കാവുന്ന ഒരു കാര്യത്തിന് 6 ദിവസം കാത്തിരുന്നു. ഞങ്ങൾക്ക് ഇതിൻ്റെ ചാനലിൻ്റെ റെക്കോർഡുകളൊക്കെ പരിശോധിക്കണമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതു കാലത്താണ് ശ്രീ അരുൺ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ AI കുറിച്ച് വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചൊരു കാലത്താണ് നിങ്ങളിത് പറയുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒന്ന്, ശരി, നിങ്ങൾക്ക് സുമോട്ടോ കേസെടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് എന്തിനാ വിമുഖത കാണിക്കുന്നത്? തെളിവ് സഹിതമാണല്ലോ പരാതി തരിക. പരാതി ഇന്നലെ FIR ഇടണ്ടേ? FIR ഇടാൻ എന്തിനാണ് നിങ്ങൾ വിമുഖത കാണിച്ചത്? ഇനി അതും പോകട്ടെ, ഇനി FIR കഴിഞ്ഞാൽ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ശനി ഞായറും കേരള പോലീസിന് അവധിയൊന്നുമില്ലല്ലോ. എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവാതിരുന്നത്? സകല മാധ്യമങ്ങളുടെ ക്യാമറകൾ പോലീസിന്റെ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ. എവിടെയെങ്കിലും കയറി റെയ്ഡ് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നോ? അതും വന്നില്ല. ഇനി അതും പോട്ടെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം മജിസ്ട്രേറ്റിൽ നിങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തോ ഇദ്ദേഹം പരസ്യമായി ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിരിക്കുന്നു
റിപ്പോർട്ട് ചെയ്യണത് കേരള പോലീസ് അല്ലേ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. പോകട്ടെ, ഇത് നടത്തിയിട്ടുള്ള ജനൻ ടിവിയും അതിന് നേതൃത്വം കൊടുത്ത അനിൽ നമ്പ്യാരും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വന്നല്ലോ. ആ ചാനൽ ബ്രോഡ്കാസ്റ്റ് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കേസ് എടുത്തോ? എന്തെങ്കിലും തരത്തിലുള്ള മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പ് വെച്ചോ? വെച്ചില്ലല്ലോ. ഇനി അതും പോട്ടെ, ഇന്ന് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതി വരുന്നു. അപ്പോ നിങ്ങൾ ഇത്തരത്തിൽ കളവ് പ്രചരിപ്പിക്കുക എന്നല്ലാതെ ഒരു ആത്മാർത്ഥതയുടെ കണിക പോലും നിങ്ങൾ കാണിച്ചില്ല. പിന്നെ സ്മൃതി, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പരൺകുമാർ പറഞ്ഞത് ഞങ്ങൾ ഭയങ്കര സ്റ്റണ്ട് കാണിച്ച് വീട് വളഞ്ഞു കൊണ്ടുപോയി എന്നാണ്. ഞങ്ങൾ പറയുന്നത് അന്ന് കൊണ്ടുപോയ പോലീസിന് ആ PC ജോർജിന് ഇന്ന് പൊന്താത്തതിന്റെ കാരണം അദ്ദേഹം BJP-യുടെ വൈസ് പ്രസിഡന്റ് ആണ്. അന്ന് ജനപക്ഷത്തിന്റെ ചെയർമാനാണ്. BJP-യുടെ വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ അദ്ദേഹത്തെ പൊന്താത്തത് എന്ന് നിങ്ങൾ മറുപടി പറയണ്ടേ? അതെ, ായിരുന്നു. BJP-യുടെ പേടിയില്ല, അമിത്ഷായെ പേടിക്കണ്ട, മോഡിയെ പേടിക്കണ്ട, RSS-നെ ഭയപ്പെടണ്ട. ശരി, അരുൺ മറുപടി. അല്ല, ഈ അങ്ങ് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കേ. അതായത് ഇവിടെ പൊതുസ്ഥലത്ത് നടത്തുന്ന പ്രസംഗവും ചാനൽ ചർച്ചയിൽ നടക്കുന്ന ഒരു പരാമർശമോ പ്രസംഗത്തിന്റെ ഭാഗമായിട്ടുള്ള കേസും രണ്ടും രണ്ടാണ്. ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. എവിഡൻസ് ഞാൻ പറയട്ടെ മിസ്റ്റർ, അല്ല നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കില്ല, തെറ്റിദ്ധരിപ്പിക്കല്ല. എനിക്ക് തന്ന സമയത്ത് ഞാൻ പറയുകയാണ്, അങ്ങാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒരു മിനിറ്റ് അരുൺ, FIR ഇടാൻ എന്താണ് തടസ്സം? ഒരു പരാതി വരുമ്പോൾ അതിൽ FIR ഇടാൻ എന്താണ് തടസ്സം? ഒരു പരാതി വരുമ്പോൾ അത് ഇലക്ട്രോണിക് എവിഡൻസ് ആണെങ്കിൽ, ഒരു ചാനൽ ചർച്ചയും ബന്ധപ്പെട്ട പരാമർശമാണെങ്കിൽ അതിന് 65B പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള അഫിഡവിറ്റും മറ്റു നോട്ടിഫിക്കേഷൻ വേണം. അതായത് ആ ഹാജരാക്കുന്ന ചാനൽ ചർച്ചയുടെ ക്ലിപ്പിംഗ് വേറെ തരത്തിൽ എഡിറ്റിംഗ് നടന്നിട്ടില്ല, ടാമ്പറിംഗ് നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് എവിഡൻസ് ആക്ടിന്റെ 65B പ്രകാരമുള്ള പ്രൊസീജിയർ. അത് പൂർത്തീകരിക്കാതെ ഒരു പോലീസിന് കേസെടുക്കാൻ കഴിയില്ല. ഇപ്പൊ ഇതൊരു ചർച്ച നടക്കുകയാണ്, ഇവിടെ ഒരു വിവാദം ഉണ്ടായാൽ ആ ചർച്ച റിപ്പോർട്ടർ ചാനലിന്റെ ആധികാരികമായിട്ടുള്ള, അല്ല ഞാൻ പറയട്ടെ, റിപ്പോർട്ടർ ചാനലിന്റെ ആധികാരികമായിട്ടുള്ള രേഖയാണ്, അല്ലെങ്കിൽ ഈ 7 മണി ചർച്ചയുടെ ആധികാരികമായിട്ടുള്ള ക്ലിപ്പിംഗ് ആണെന്ന് തെളിയിക്കണം. അത്തരത്തിൽ വരുന്ന പ്രൊസീജിയർ 1-2 ദിവസം വൈകിയാലും അതിശക്തമായിട്ടുള്ള കേസെടുത്തു. ഇന്ന് പോലീസ് സ്റ്റേഷൻ, ഇന്ന് കോടതിക്ക് ഹാജരായപ്പോ റിമാൻഡ് റിപ്പോർട്ടില്ല. അല്ല ഞാൻ പറയട്ടെ, ഇന്ന് ഹാജരായപ്പോ റിമാൻഡ് റിപ്പോർട്ടില്ല. പോലീസ് അറസ്റ്റ് ചെയ്യാത്ത പ്രതിക്ക് പോലീസ് എങ്ങനെ റിമാൻഡ് റിപ്പോർട്ട് ഹാജരാക്കും? ഒരു പ്രതി നേരെ കോടതിയിൽ വന്ന് ഹാജരാവുകയാണ്. ആ നേരത്തെ അല്ല, അവസരം ഇപ്പൊ ഒളിച്ചു വന്ന ആർക്കും ഹാജരാകാമല്ലോ. ഏതെങ്കിലും തരത്തിൽ റിമാൻഡ് റിപ്പോർട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ പോലീസ് ഗൂഢാലോചന നടത്തി അറസ്റ്റ് ചെയ്ത് പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നു പോലീസ്. PC ജോർജ് വീട്ടിലില്ല, തിരുവനന്തപുരത്താണെന്ന് പറയുന്നു. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം, തിങ്കളാഴ്ച എത്തിക്കോളാം എന്ന് PC ജോർജ് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു പോവുകയാണോ പോലീസ് ചെയ്യേണ്ടത്? അല്ല, ഇതൊക്കെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടല്ലേ? പോലീസ് കൃത്യമായി ഹൈക്കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവ് പോലീസ് നടത്തി. അല്ല, പോലീസ് നിങ്ങൾക്ക് പോലീസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പോലീസായിട്ട് ഏതെങ്കിലും റിപ്പോർട്ട് നിങ്ങൾക്ക് തന്നോ? വാർത്താക്കുറിപ്പ് തന്നോ? പോലീസ് ഹൈക്കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളിയെന്ന് ബോധ്യപ്പെട്ടപ്പോ തന്നെ അതിശക്തമായി പ്രതിയെ പിടിക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. അതിശക്തമായ നടപടി ബോധ്യപ്പെടണ്ടേ? അതിശക്തമായി നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ചെയ്യുന്നതിൽ എന്താണ് തടസ്സമെന്നാണ് ചോദ്യം. അല്ല നേരത്തെ ചെയ്തു എന്നെങ്കിലും സമ്മതിച്ചല്ലോ. വീട് വളഞ്ഞു തെറ്റായി പോയി. 74 വയസ്സുള്ള വൃദ്ധനല്ലേ, 3 തവണ പലതവണ MLA ആയിരുന്നല്ലോ. പലതവണ MLA ആയിരുന്ന ആളല്ലേ, 74 വയസ്സുള്ള ആളല്ലേ എന്നല്ലേ അന്നൊക്കെ ചർച്ച നടത്തിയത്. അന്നും ഇന്നും പോലീസിന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട്, കടമ നിർവഹിച്ചിട്ടുണ്ട്, നിയമപരമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളും അന്ന് ന്യായീകരിക്കാൻ കുറെ ആളുകൾ ഒരു മാധ്യമങ്ങളും എന്റെ അറിവിൽ PC ജോർജിനെ ന്യായീകരിച്ച് ചർച്ച നടത്തിയിട്ടില്ല. PC ജോർജിന് വേണ്ടി ഒരു മാധ്യമങ്ങളും നടത്തിയിട്ടില്ല. ഒരു സ്ത്രീ വിരുദ്ധ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, എന്താണ് വായിൽ നിന്ന് വരിക എന്ന് ഭയന്ന് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ, അത് അസഭ്യവാചകങ്ങളാകാം, സ്ത്രീ വിരുദ്ധമാകാം, ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ സ്ത്രീ പീഡകർ അല്ലെങ്കിൽ ബലാത്സംഗം നടത്തുന്ന ആളുകൾ, ഇവർക്കൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്തുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ആളാണ്. നമ്മൾ കണ്ടതാണ് അല്ലേ? ബിഷപ്പ് ഫ്രാങ്കോയുടെ കാര്യത്തിൽ എന്താണ് നടത്തിയതെന്നും കന്യാസ്ത്രീകളെ എങ്ങനെ അപമാനിച്ചെന്നുള്ളതും കണ്ടതല്ലേ? അതുകൊണ്ട് തന്നെയാണ് 4 തവണ പോലീസ് കേസെടുത്തത്.
അതുപോലെ തന്നെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്, മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോയി ഹാജരായത്, അന്ന് പറഞ്ഞത് 7 വർഷം വരെ ശിക്ഷ കിട്ടുന്ന വകുപ്പല്ലേ, ഒരു നോട്ടീസ് കൊടുത്താൽ പോരായിരുന്നോ എന്നാണ് അന്ന് മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചത്. അതിനുശേഷം ജാമ്യ വ്യവസ്ഥ ലംഘിച്ചപ്പോൾ പോലീസ് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചത്, അത് സെഷൻസ് കോടതിയോട് പരിഗണിക്കാൻ പറഞ്ഞത്, മജിസ്ട്രേറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, സുപ്രീം കോടതി വിധികളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഗവൺമെന്റ് പി സി ജോർജ് എങ്ങനെയാണ് ബിജെപിയിലേക്ക് എത്തിയത് എന്നുള്ളത് കേരളം കണ്ടതാണ്. ശ്രീ സോമൻ, താങ്കൾ ഇപ്പോൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പി സി ജോർജ് എങ്ങനെ ബി ജെ പിയിലെത്തി എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് അല്ലേ? ജാവ്ദേക്കറെ പോയി കാണുന്നു, ജാവ്ദേക്കറുടെ പിന്തുണ നേടുന്നു. അതിനുശേഷം ഇവിടെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. താങ്കൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നോക്കൂ, നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന, നിങ്ങളിൽ നിന്ന് തന്നെ പലപ്പോഴും തീവ്ര പ്രതികരണങ്ങൾ നടത്താറുള്ളവർ പോലും ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയൊരു സാഹചര്യം സാധ്യതയില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കാം ഇപ്പോൾ അങ്ങനെ നടത്തി കാണാറില്ല, കുറച്ചു കാലമായി കാണാറില്ല. അപ്പോൾ പി സി ജോർജ് കുറച്ചുകൂടി നന്നായി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയാൽ ബി ജെ പിയിൽ കുറച്ചുകൂടി തനിക്ക് സ്ഥാനം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നുണ്ടോ പി സി ജോർജ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പി സി ജോർജിനെ കൊണ്ട് ഗുണം? അതൊന്ന് പറയാമോ? ബഹുമാനപ്പെട്ട സ്മൃതി, ഈ ചർച്ചയില് സഹപാനലിസ്റ്റായിട്ടുള്ള ശ്രീ നവാസിനോട് ചോദിച്ചപ്പോ അങ്ങ് വളരെ അച്ചടക്കമുള്ള കുട്ടിയിരിക്കുന്നത് പോലെ എല്ലാം പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പറയുന്നത് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള സമയം തരണം. വെറുതെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ പോരാ. ഒന്ന്, ബഹുമാനപ്പെട്ട സ്മൃതിയുടെ ചോദ്യത്തിന്റെ ഒരു ചോദ്യം തന്നെ തെറ്റാണ്. പി സി ജോർജ് ബി ജെ പിയിൽ വരുന്നതിന് ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തീരുമാനിക്കാൻ സാധിക്കുക? ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് പി സി ജോർജ് ബി ജെ പിയിൽ വരുന്നതിന് ഇഷ്ടമല്ലായിരുന്നു എന്ന് തീരുമാനിക്കാൻ സ്മൃതി ആരാ ചുമതലപ്പെടുത്തിയത്? അങ്ങനെയൊന്നും പറഞ്ഞങ്ങ് പൊക്കളയരുത്. പിന്നെ പി സി ജോർജ് ഇപ്പോ കൂടുതൽ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഗുണമാകുമെന്ന് നിങ്ങൾ ആരെങ്ങനെയാ തീരുമാനിക്കുന്നത്? അതെങ്ങനെയാണ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടി വിട്ടുതരിക? ഇവിടെ രണ്ടാളുകളെ ഈ അടുത്ത സമയത്ത് ഒരു വിദ്വാൻ കൊന്നല്ലോ. ഒരു വിദ്വാൻ ചെന്താമര എന്ന് പറയുന്ന പേരുള്ള ഒരാള് ജാമ്യവ്യവസ്ഥകളാകെ നിഷേധിച്ചുകൊണ്ട് നാട്ടിലിറങ്ങി രണ്ടാളുകളെ കൊന്നല്ലോ. ശ്രീ നവാസിന് അഭിപ്രായമുണ്ടോ അത് ബി ജെ പിക്കാരനായതുകൊണ്ട് ചെയ്തതാണെന്ന്? നിങ്ങൾക്ക് ബി ജെ പി വിരോധമാവാം, നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ പിണറായി വിജയന്റെ പോലീസ് കാണിച്ചിട്ടുള്ള ഒരു ഭീകര നൃത്തമുണ്ടല്ലോ, അതാണ് ഇന്ന് ഈരാറ്റുപേട്ടയിൽ കണ്ടത്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. പി സി ജോർജ് ജനപക്ഷത്തിന്റെ നേതാവായിരുന്നു കൊണ്ട് NDA-യുടെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന സമയത്താണ് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ബി ജെ പി ആയപ്പം അറസ്റ്റ് ചെയ്യാൻ ഭയമാണ് എന്ന് പറയുകയാണ്. നവാസെ, അങ്ങ് മനസ്സിലാക്കൂ, ജനപക്ഷം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകകക്ഷിയായിരുന്നു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പൊ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി വന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എടുത്താൽ പൊങ്ങില്ല കേരള പോലീസിനൊന്നൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് പോകുന്നത്. നിങ്ങളൊരു കാര്യം, ഈ തൃത്താലയിൽ കഴിഞ്ഞ ദിവസം ആനപ്പുറത്ത് എഴുന്നള്ളിച്ച വിദ്വാൻമാരുടെ ചിത്രം നിങ്ങൾ കാണാതെ പോവുകയാണോ? നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. അവിടെ പള്ളിയിലെ ഉറൂസിന്റെ പേരിൽ ലോകത്ത് ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹമാസിന്റെ നേതാക്കന്മാരുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് ആർപ്പ് വിളിച്ചു പോകുമ്പോ നവാസ് എവിടെയായിരുന്നു? നവാസ് എവിടെയായിരുന്നു? ലീഗ് എന്ന് പറയുന്ന വർഗീയ പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് കേരളത്തിന്റെ പോലീസ് ഇപ്പോ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച വലിയ നാടകമുണ്ടല്ലോ, ഭീകരവാദികളെ കൈകാര്യം ചെയ്തതുപോലെ ഇപ്പതാ അദ്ദേഹത്തെ ICUവിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആങ്കർ തന്നെ പറയുകയാണ്. അതിന് ഞങ്ങളുടെ സൃഷ്ടിയാണോ? പി സി ജോർജിനെ കൊണ്ട് ബി ജെ പിക്ക് ഇപ്പോ തൽക്കാലം ഒരു കുഴപ്പവുമില്ല. പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹനല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ ഘട്ടത്തിലൊന്നും ബി ജെ പി നേതാക്കളുടെ പ്രതികരണം കണ്ടില്ല. ഇന്ന് കണ്ടു പ്രതികരണം, ഇന്ന് പോയി നേതാക്കൾ. അല്ല, അപ്പൊ ബി ജെ പി നേതാക്കന്മാർ എപ്പോഴാണ് പ്രതികരിക്കേണ്ടതെന്ന് ഇനിയിപ്പോ റിപ്പോർട്ടർ TVയിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട സ്മൃതിയോട് ചോദിക്കാം. ഞാൻ മറുപടിയാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ പരാമർശത്തെ ഞങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, 3 പതിറ്റാണ്ട് കാലം ജനങ്ങളുടെ കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട പി സി ജോർജ് ജനപ്രതിനിധിയായിരിക്കാൻ, പൊതുപ്രവർത്തകനാകാൻ യോഗ്യനാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയിട്ടുള്ള പരാമർശമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ലീഗിന് ഈ കാര്യത്തിൽ വലിയ താല്പര്യമുണ്ട്. എന്താണ് തൃത്താലയിലെ ഈ കാര്യം ലീഗ് എടുക്കാത്തത്? ലീഗ് മതനിരപേക്ഷ പാർട്ടിയാണല്ലോ. ലീഗിന്റെ നേതാവ്, യൂത്ത് ലീഗിന്റെ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നത് ബഹുമാനപ്പെട്ട സ്മൃതി കണ്ടില്ലയോ? വാര്യൻ കുഞ്ഞിന്റെ അനുയായികൾ
വാര്യംകുന്നന്റെ അനുയായികൾ ഞങ്ങൾ പറയുന്നു അയോധ്യയും മധുരയും ഞങ്ങൾ പിടിച്ചെടുക്കും, തന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നിവിടെ പറയുമ്പോ എന്താണ് ബഹുമാനപ്പെട്ട സ്മൃതി നിങ്ങൾ അത് കാണാതെ പോകുന്നത്? അപ്പൊ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എന്താ കേസ് കൊടുക്കാത്തെന്ന് ചോദിക്കും. നിങ്ങൾ കേസ് കൊടുത്തു, കോടതിയെ സമീപിച്ചു. നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നെ PC ജോർജിന്റെ പോരാട്ടം പുറത്തു വന്ന് ഇവിടുത്തെ ജനാധിപത്യ സമൂഹത്തോട്, മാധ്യമങ്ങളോട് PC ജോർജ് പറയുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട സ്മൃതി, അത് ലീഗിന്റെ നേതാവിനും കേൾക്കാൻ സാധിക്കും. അല്ല, താങ്കൾ ഈ പറഞ്ഞ ആരോപണം ഒന്ന് എവിടെ ആര് പറഞ്ഞു എന്ന് പറയാമോ? സോമൻ, എന്താണ് താങ്കൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആരോപണം ആർക്കെതിരെയാണ്, ആരെവിടെ പറഞ്ഞു? എനിക്ക് കേൾക്കാം. എന്താണ് എനിക്ക് വ്യക്തമായി? വാര്യംകുന്നൻ. ഞങ്ങൾ വാര്യംകുന്നന്റെ അനുയായികൾ അയോധ്യയും മധുരയും കാശിയും ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഫിറോസിന്റെ പേരിൽ നടക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണമുണ്ട്. നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നു? സാർ, താങ്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നടക്കുന്ന എന്തെങ്കിലും വിഡ്ഢിത്തുണ്ടെങ്കിൽ വർഗീയത മുഖമില്ലാത്ത കുറെ ആളുകളെ ഒരുപോലെ താരതമ്യം ചെയ്യാൻ പറ്റുമോ ശ്രീ സോമൻ? അത് ഏത് ഭാഗത്തു നിന്നായാലും അത് സർക്കാർ നടപടി എടുക്കേണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ആരായാലും അത് നടപടി എടുക്കേണ്ടതാണ്. സർക്കാർ, പോലീസ് നടപടി എടുക്കേണ്ടതാണ്, ഒരു സംശയമില്ല. പക്ഷേ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രതികരണവും അദ്ദേഹം ഉത്തരവാദിത്വത്തോടുകൂടി ചർച്ചയിൽ നിങ്ങളുടെ പ്രതിനിധിയായി, നിങ്ങളെ പ്രതിനിധീകരിച്ച് നടത്തിയ പ്രതികരണവും ഇങ്ങനെ മുഖമില്ലാത്ത ആരൊക്കെ വിളിച്ചു പറയുന്ന കാര്യങ്ങളും തമ്മിൽ എന്ത് താരതമ്യമാണ് ശ്രീ സോമൻ? അതിലൊരു താരതമ്യമുണ്ടോ? ഞാൻ ശ്രീ ഷാജിയിലേക്ക് പോന്നു. ഷാജി, ഇപ്പോൾ PC ജോർജിന് നെഞ്ചുവേദനയാണ്. PC ജോർജ് ഇപ്പോൾ ഇന്ന് ആശുപത്രിയിലാണ്. ഈ ആശുപത്രിവാസം അദ്ദേഹം തുടരും. ജയിലിലെ അഴിയെണ്ണി കാര്യങ്ങൾ പഠിക്കാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് സ്വാഭാവികമായും നീങ്ങും. ഇന്ന് രാവിലെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ടാണ് PC ജോർജ് വന്ന് സറണ്ടർ ചെയ്യുന്നത്, കോടതി കീഴടങ്ങുന്നത്, കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നത്. ഇത്രയും ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഒളിവിൽ പോയിരുന്നതും പോലീസിനെ പിടിക്കാതെ, പോലീസിന് എവിടെയാണെന്ന് അറിയാത്ത പോലെ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നത്. പക്ഷെ ഇന്ന് ഇപ്പോൾ നമുക്ക് വരുന്ന റിപ്പോർട്ടുകളെ വിശ്വസിക്കേണ്ടതില്ല, മെഡിക്കൽ ടീമിനെ വിശ്വസിക്കേണ്ടതില്ല. PC ജോർജ് എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം നിയമ നടപടിക്ക് വിധേയമാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആശംസിക്കുന്നത്. പക്ഷേ മറുവശത്തൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നേരത്തെ BJPയുടെ പ്രതിനിധി വളരെ നിരുത്തരവാദപരമായിട്ടൊരു കാര്യം ഇവിടെ പറഞ്ഞു. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സന്തോഷിപ്പിക്കാനാണ് കേരളത്തിലെ ഇടതു മുന്നണിയുടെ സർക്കാർ PC ജോർജിനെ അറസ്റ്റ് ചെയ്തതെന്ന്. എന്തുമാത്രം വാസ്തവ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണത്. കാരണം നമ്മൾ രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങളൊക്കെ ആവാം, പക്ഷെ കേരളത്തിൻ്റെ ഒരു പൊതുവികാരം എല്ലാ കാലത്തും PC ജോർജിനെതിരായിരുന്നു. PC ജോർജ് BJPയിൽ വരുന്നതിന് മുമ്പ് PC ജോർജിനെ സമാനമായ കുറ്റങ്ങളിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട BJPക്കാർ പോലും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി നടന്ന സംഭവം, അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇത്രയും കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് അദ്ദേഹം പറയുന്ന ചാനൽ ചർച്ചയിലാണ്, അല്ലാണ്ട് ഒരു സ്വകാര്യ സംഭാഷണത്തിനൊന്നും അല്ല. അപ്പം അത് പബ്ലിക് ഡോക്യുമെൻ്റാണ്, പൊതു തെളിവാണ്, പൊതുസമൂഹത്തിൻ്റെ മുന്നിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ വിഷയത്തിൽ കൃത്യമായി നിയമത്തിൻ്റെ വഴി സ്വീകരിച്ചു. ആ നിയമം ഹൈക്കോടതി കടുത്ത പരാമർശങ്ങൾ നടത്തി. അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ കൃത്യമായി പ്രോസിക്യൂഷൻ്റെ വാദം കേട്ട് റിമാൻഡ് ചെയ്തു. അവിടെയാണ് സുരേന്ദ്രനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ നോക്കുന്നു ആര്? ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുന്നു ആര്? ഇദ്ദേഹത്തെ അനാരോഗ്യവാനായി ജയിലിലേക്ക് അയക്കുന്നു. ഇങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല മറ്റേതൊരു നേതാവിനേക്കാളും. കാരണം എല്ലാ കാലത്തും എക്കാലത്തെയും പ്രസക്തമായ ചോദ്യം PC ജോർജിന് ആരും മണി കിട്ടും എന്നുള്ളതായിരുന്നു. ഇവിടെ അപ്പോൾ ഏറ്റവും കുറച്ച് വൈകിട്ടാണെങ്കിലും, പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ പോലീസ് കുറച്ച് ഉഴപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും, അവസാനം താൽക്കാലികമായിട്ടെങ്കിലും മിനിമം 15 ദിവസത്തെ റിമാൻഡ് കാലാവധിയിലേക്കെങ്കിലും PC ജോർജിന്റെ കഴുത്തിലൊരു മണിയുണ്ട്, മണി കെട്ടിക്കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ മുകളിൽ വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ നേതാക്കന്മാർ, അതിനുവേണ്ടി ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകൾ, അവർക്ക് മുസ്ലിം ലീഗിൻ്റെ ആരെങ്കിലും മതവർഗീയത പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഹിന്ദുക്കൾക്കെതിരെ വർഗീയത പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും തരത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ BJPയുടെ ഇതേ നേതാക്കന്മാർക്ക് പരാതിയുമായിട്ട് പോകാം. അവർക്കെതിരെ ആര് പറഞ്ഞാലും, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ആരാകട്ടെ,
വർഗീയത പറയുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പരാതി കൊടുക്കുന്നതെന്നും ഒരു BJP നേതാവിനെയും ആരും വിലക്കുന്നില്ല, ആരും എവിടെയും പോകേണ്ടതില്ല. പക്ഷെ മറുവശത്ത് ഇവിടെ എന്താണ് പറയുന്നത്? PC ജോർജിനെതിരെ പ്രതികാര നടപടി. ആരുടെ പ്രതികാര നടപടിയാണ്? പോലീസിന്റെ ഭാഗത്ത് ഒരു പ്രതികാര നടപടി ഉണ്ടായിട്ടില്ല എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. കൃത്യമായി കോടതി ഇതിൽ ഇടപെട്ടു. കോടതിയുടെ മുന്നിൽ കിട്ടിയ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന വാദങ്ങളെ കോടതി പൂർണ്ണമായി ഉൾക്കൊണ്ടു. അതിന്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ നാളെ PC ജോർജ് സുപ്രീം കോടതിയിൽ പോകില്ല എന്നോ, മുന്നോട്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നോ, അല്ലെങ്കിൽ ഈ ശിക്ഷയൊക്കെ അനുഭവിച്ച് നല്ല പരിവർത്തനത്തിന് വിധേയമായി പുറത്തു വരുമെന്നോ ഒന്നും നമുക്ക് ജോർജ് ഈ രീതിയിൽ അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഇങ്ങനെ ഒരാൾ രാഷ്ട്രീയത്തിൽ വേണ്ട എന്ന്. തിരിച്ചെത്താം. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ അഭിപ്രായത്തോട് CPM യോജിക്കുന്നുണ്ടോ? രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹതയില്ലാത്ത ഒരു നേതാവാണ് PC ജോർജ് എന്ന് CPM കരുതുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. ഒരു മറുപടി പറയണം. ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ഒരു പ്രതികരണം അയച്ചിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് PC ജോർജിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെ പ്രതികരണമാണ്. അറസ്റ്റ് തികഞ്ഞ പ്രതികാര നടപടി, PC ജോർജിനെ പിന്തുണച്ച് കോൺഗ്രസ് എന്നുള്ള വാർത്തയാണ്. അന്ന് എല്ലാ മാധ്യമങ്ങളിലും ആ വാർത്ത വന്നതാണ്. അത്തരത്തിൽ അന്ന് PC ജോർജിന്റെ കൂടെ നിന്നവരാണ് ഇപ്പോൾ വന്ന് ഈ വർത്താനം പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? BJPയെ പേടിയാണോ? അന്ന് ജനപക്ഷ ആയിരുന്നില്ലേ, ഇപ്പൊ BJP ആയിരുന്നില്ലേ? ഇപ്പൊ ഏതായാലും ചർച്ച കേട്ടിരിക്കുന്നവർക്ക് വ്യക്തമായി, ജനപക്ഷ ആയാലും BJP ആയാലും എല്ലാം NDA മുന്നണിയുടെ ഭാഗമായിട്ടാണ് അന്നും ഇന്നും അദ്ദേഹം ഇരുന്നത്. ആയിട്ട് അതെ, അതൊന്നും ഒരു നിലപാടും ഒരാളെയും പേടിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ മാറാട് കലാപം നടന്നപ്പോഴേ തീതുപ്പുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിയക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് ആര് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ്? അന്നും തീതുപ്പുന്ന പ്രസംഗം നടത്തിയ കുമ്മനം രാജശേഖരനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് ആര് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് പിൻവലിച്ച് രക്ഷപ്പെടാൻ അനുവാദം കൊടുത്തത്? ഇതൊക്കെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോഴാണ്. അന്ന് ആ കലാപ സ്ഥലത്ത് AK ആന്റണി ചെന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി കൂടെ ഉണ്ടായിരുന്നു. അന്ന് BJPയുടെ നേതാക്കന്മാർ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ അങ്ങ് മാറാടിലേക്ക് കടത്തിവിടില്ല, അപ്പൊ ഗസ്റ്റ് ഹൗസിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞ് ഒറ്റയ്ക്ക് പോയതാണ് അന്ന് കോൺഗ്രസിന്റെ നേതൃത്വം. എന്നാൽ സഖാവ് പിണറായി വിജയന്റെ കൂടെ എളമരം കരീം അടക്കം VKC മുഹമ്മദ് കോയ അടക്കം ഉണ്ടായിരുന്നു. അന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു കടത്തിവിടില്ല, മതം പേരൊക്കെ നോക്കിയിട്ട് അങ്ങ് പോയി പണി നോക്കാൻ പറഞ്ഞ് അന്ന് പോയി സന്ദർശിച്ചതും അന്നും ഇന്നും ഞങ്ങളെടുത്ത നിലപാട് ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരു BJPയും ഭയപ്പെട്ടിട്ടില്ല, ഒരു RSSനെയും അന്നും ഇന്നും ഭയപ്പെട്ടിട്ടില്ല, ഇനി ഒരിക്കലും ഭയപ്പെടില്ല. നിയമത്തിന്റെ വഴിക്ക് പോകും. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം കൃത്യമായി ഹൈക്കോടതി ആ പരാമർശം നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹതയില്ല എന്ന് പറയേണ്ടി വരാൻ ഞാൻ നിർബന്ധിക്കപ്പെടുന്നു എന്ന് ജഡ്ജി ഈ സാഹചര്യങ്ങൾ നോക്കി പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായും ശരിയാണ് എന്നുള്ള നിലപാട് തന്നെയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളും വർഗീയവാദികളുമാണെന്നും ഇന്ത്യയിൽ തീവ്രവാദികളല്ലാത്ത ഒറ്റ മുസ്ലിമും ജീവിച്ചിരിക്കുന്നില്ല എന്നും മുസ്ലിങ്ങൾ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന കൊള്ളക്കാരാണ്, മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നോക്കി വെട്ടിക്കൊലപ്പെടുത്തണമെന്നും ഇന്ത്യൻ മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെയെന്നും മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയ കോമരങ്ങളാണെന്നും ചാനൽ ചർച്ചയിൽ ഏതെങ്കിലും ഉണ്ടാക്കി പറയുന്നതല്ല. ഇതിലൊരു പാഠം പഠിക്കുമോ? PC ജോർജിന് തക്ക ശിക്ഷ ലഭിക്കുമോ? എന്താണ് ഈ ഘട്ടത്തിൽ പറയാനാകുന്നത്? സ്മൃതി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ ശ്രീ അരുൺകുമാർ പറഞ്ഞു പോയാൽ ഒരു തെറ്റിനെ തിരുത്തേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് FIR ഇടാൻ നേരം വൈകി പോയത് രാജ്യത്തെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 65A 65B പ്രകാരം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണം FIR ഇടാനെന്നാണ്. തെറ്റായ വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഡോക്യുമെന്റ് ബേസിൽ ഒരാൾ പരാതി നൽകിയാൽ ആ പരാതി സ്വീകരിക്കുകയും FIR ഇടുകയും അതിന്റെ മുകളിൽ ആ ഡോക്യുമെന്റ് ശരിയാണോ അല്ലയോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുക എന്നതാണ് രാജ്യത്തിന്റെ നിയമം. അല്ലാതെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് എന്ന് പറയരുത്. ഞാൻ പറയട്ടെ അരുൺകുമാർ, ഞങ്ങൾ തരുന്ന ഒരു പരാതിയിലെ ഡോക്യുമെന്റ് തെറ്റാണെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കാന്നേ. അതല്ലേ രാജ്യത്ത് നടക്കേണ്ടത്? അപ്പൊ അത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പോകരുത്. ഒന്ന്. രണ്ട്, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വലിയ പോരാളികളാണ്, ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ വരെ പോരാട്ടമാണ്, നിങ്ങൾ പറയേണ്ടെന്നേ. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയ ശേഷമാണ് RSSന്റെ നേതാവ് മോഹൻ ഭഗവത് പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂളിന്റെ മുമ്പിൽ വന്ന് പതാക ഉയർത്തി വെല്ലുവിളി പ്രസംഗവും നടത്തി നടന്നിട്ടില്ലെന്ന്. വലിയൊരു വാർത്ത വേറെ വന്നതുകൊണ്ടാണ് നവാസ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടി വന്നത്. വളരെ നന്ദി നവാസ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, K സോമൻ, K ഷാജി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.